ചാപ്റ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ +2 സൊല്യൂഷൻസിൻ്റെ ചാപ്റ്ററിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കുറച്ച് ക്ലാസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇന്ന് നമ്മൾ അത് എന്താണ് പഠിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ, ഈ സൊല്യൂഷൻസിനകത്ത് അവയുടെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടേംസ് ഉണ്ട്. അതിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പം ആദ്യം തന്നെ നമുക്ക് എന്താണ് കോൺസെൻട്രേഷൻ എന്ന് നോക്കാം. അപ്പം എന്താണ് കോൺസെൻട്രേഷൻ? വാട്ട് യു മീൻ ബൈ കോൺസെൻട്രേഷൻ? എന്താണ് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ കുഞ്ഞിലെ ക്ലാസ്സിലെ മുതൽ നമുക്കറിയാം, ഗാഢത എന്നാണ് അതിൻ്റെ മലയാളം. കോൺസെൻട്രേഷൻ അതായത് ഒരു സൊല്യൂഷനകത്ത് എത്രമാത്രം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ആണ് എന്നതിൻ്റെ ആ ഒരു കാര്യത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ എ സൊല്യൂഷൻ. ഒരു സൊല്യൂഷനകത്ത് എത്ര എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ് ആകുന്നു എന്നതിനെയാണ് കോൺസെൻട്രേഷൻ എന്ന ടേം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം, ഈ കോൺസെൻട്രേഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സൊല്യൂഷൻ്റെ പാർട്ടിൽ കുറച്ച് ടേംസുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം നിങ്ങൾക്ക് പഠിക്കാനുള്ള കുറച്ച് ടേംസ് ആണ് മാസ് പെർസെൻറ്റേജ്, വോളിയം പെർസെൻറ്റേജ്, മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്, പാർട്സ് പെർ മില്യൺ അഥവാ PPM, മോൾ ഫ്രാക്ഷൻ, മൊളാലിറ്റി, നോർമാലിറ്റി തുടങ്ങിയ കുറച്ച് ടേമുകൾ. അപ്പം നമുക്ക് ഇതിനകത്ത് ഫസ്റ്റ് 1 by 1 ആയിട്ട് ഓരോന്ന് പഠിച്ചു പോകാം. അപ്പം ആദ്യം തന്നെ നമുക്ക് നോക്കാം മാസ് പെർസെൻറ്റേജ് എന്താണെന്ന്. അപ്പം എന്താണ് ഫസ്റ്റ് വൺ? ഏതാണ്? മാസ് പെർസെൻറ്റേജ്. മാസ് പെർസെൻറ്റേജ് എന്താണെന്ന് നോക്കാം. അപ്പം നമുക്ക് ഇതിനകത്ത് ഒരു ഇക്വേഷൻ പോലെ ഞാൻ പറഞ്ഞുതരാം. ആ ഇക്വേഷൻസ് അങ്ങ് പഠിച്ചാൽ മതി. ഇതിനകത്ത് കൂടുതലായിട്ടും പ്രോബ്ലംസ് ആണ് വരുന്നത്. പ്രോബ്ലംസിനകത്ത് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് മാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ 100 gram ഓഫ് സൊല്യൂഷൻ. അതായത് 100 gram സൊല്യൂഷനകത്ത് എത്ര എമൗണ്ട് സൊല്യൂട്ട് പ്രസൻറ്റ് ആയി എന്നതിനെയാണ് നമ്മൾ മാസ് പെർസെൻറ്റേജ് എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ 100 gram ഓഫ് സൊല്യൂഷൻ. ഒരു 100 gram സൊല്യൂഷനകത്ത് എത്ര എമൗണ്ട് സൊല്യൂട്ട് പ്രസൻറ്റ് ആയി എന്നതിനെയാണ് നമ്മൾ മാസ് പെർസെൻറ്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം മാസ് പെർസെൻറ്റേജ് കാണാൻ, അല്ലെങ്കിൽ മാസ് പെർസെൻറ്റേജ് നമുക്ക് വേറൊരു രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. എങ്ങനെയാണെന്ന് നോക്കിയാൽ W/W പെർസെൻറ്റേജ്. ഇവിടെ W/W എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. W എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് സിംപ്ലി മാസിനെയാണ്, അതായത് വെയിറ്റ്, അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ W/W പെർസെൻറ്റേജ് എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഇതിനെ എങ്ങനെയാണ് അപ്പം മാസ് പെർസെൻറ്റേജ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് ചോദിച്ചാൽ, മാസ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് ദി കമ്പോണൻറ്റ് the whole divided by total mass of the components into 100. അപ്പോൾ mass of the component divided by total mass of the components into 100. total mass of the components എന്നും പറയാം, അല്ലെങ്കിൽ സൊല്യൂഷൻസ് എന്നും പറയാം. അതായത് മാസ് ഓഫ് ദി കമ്പോണൻറ്റ്, സൊല്യൂട്ട് എന്ന് പറയാവേ. മാസ് ഓഫ് ദി കമ്പോണൻറ്റ് ഇവിടെ സൊല്യൂട്ടിൻ്റെ മാസ് ഡിവൈഡഡ് ബൈ നമ്മുടെ സൊല്യൂഷൻ്റെ ഹോൾ മാസ് ഇൻറ്റു 100 ആണ് എന്തെന്ന് പറയുന്നത്, മാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മാസ് ഓഫ് ദി കമ്പോണൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദി കമ്പോണൻസ് ഇൻ ദ സൊല്യൂഷൻ ഇൻറ്റു 100. അപ്പം ഇതാണ് നമ്മുടെ മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനുള്ള ഒരു സിമ്പിൾ ഇക്വേഷൻ. അപ്പം നമുക്ക് ഇതിനകത്തുനിന്ന് ജസ്റ്റ് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. എങ്ങനെയാണ് എക്സാമിന് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു പ്രോബ്ലം നോക്കാം. അപ്പം 18 gram ഓഫ് ഗ്ലൂക്കോസ്, പ്രോബ്ലം ആണ് 18 gram ഓഫ് ഗ്ലൂക്കോസ് ഡിസോൾവ്ഡ് ഇൻ 18 gram of glucose is dissolved in 122 gram of water. 122 gram of water. Find the mass percentage of glucose. ഇവിടെ ഗ്ലൂക്കോസിന്റെ മാസ് പെർസെൻറ്റേജ് കാണാനാണ്
നമ്മളോടുള്ള ചോദ്യം. അപ്പം 18 gram of glucose is dissolved in 122 gram of water. Find the mass percentage of glucose. ഈ സൊല്യൂഷനകത്തെ, ഈ ഷുഗർ സൊല്യൂഷനകത്തെ ഗ്ലൂക്കോസിന്റെ മാസ് പെർസെൻറ്റേജ് കണ്ടെത്താനാണ് നമ്മളോടുള്ള ചോദ്യം. അപ്പം നമുക്ക് ഇത് എങ്ങനെ കണ്ടെത്താൻ പറ്റും നോക്കാം. ഇവിടെ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഗ്ലൂക്കോസിന്റെ മാസ് പെർസെൻറ്റേജ് ആണ് കാണേണ്ടത്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ നോക്കാം. മാസ് ഓഫ് ദി കമ്പോണന്റ് നമുക്ക് ഏതിന്റെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ അത് ന്യൂമറേറ്ററിൽ എഴുതുക. അപ്പം ഗ്ലൂക്കോസിന്റെ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന്റെ മാസ് എത്രയാണ്? 18 gram. ഹോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദി കമ്പോണന്റ്. ഈ സൊല്യൂഷനകത്ത് എത്ര കമ്പോണന്റ് ഉണ്ട്? 1 ഗ്ലൂക്കോസും ഉണ്ട്, 2 വാട്ടറും ഉണ്ട്. അപ്പൊ ഇതിന്റെ സം എടുത്താൽ നമുക്ക് ടോട്ടൽ മാസ് കിട്ടത്തില്ലേ? അപ്പം 18 പ്ലസ് 122 grams. ഇത് നമുക്ക് സോൾവ് ഇൻറ്റു 100. ഇവിടെ 100% അല്ലേ, നമ്മൾ പെർസെൻറ്റേജ് പറയുമ്പോൾ 100 ഇടുക. ഇതിനെ നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഏകദേശം 12.857 സംതിങ് ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് മാസ് പെർസെൻറ്റേജ്. ഇങ്ങനെ തരുന്നതിനെ നമ്മൾ ഈ ഇക്വേഷനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഏതൊരു സൊല്യൂട്ടിൻ്റെയും എന്ത് കിട്ടും? മാസ് പെർസെൻറ്റേജ് നമുക്ക് പറയാൻ പറ്റും. ഇതാണ് കോൺസെൻട്രേഷനകത്ത് ഫസ്റ്റ് ടേം, അതായത് കോൺസെൻട്രേഷനെ എക്സ്പ്രസ് ചെയ്യുന്ന ഫസ്റ്റ് ടേമാണ് മാസ് പെർസെൻറ്റേജ്. ഇതേപോലെ തന്നെ നമുക്ക് എന്തും പറയാൻ സാധിക്കും? വോളിയം പെർസെൻറ്റേജും പറയാൻ സാധിക്കും. അപ്പൊ നോക്കാം എന്താണ് വോളിയം പെർസെൻറ്റേജ്. എന്താണ് വോളിയം പെർസെൻറ്റേജ്? വോളിയം പെർസെൻറ്റേജ്, ഇവിടെ വോളിയം പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ മുമ്പേ നമ്മൾ മാസ് പെർസെൻറ്റേജ് W/W പെർസെൻറ്റേജ് എന്നായിരുന്നു എഴുതിയിരിക്കുന്നത്. ഇവിടെ വോളിയം പെർസെൻറ്റേജ് ആകുമ്പോഴത്തേക്കും അവിടെ V/V പെർസെൻറ്റേജ് എന്ന് എഴുതാം. എന്താണ് V/V പെർസെൻറ്റേജ് എന്ന് എഴുതാം. ഇവിടെ വലിയ കാര്യങ്ങളൊന്നുമില്ല. മുമ്പേ നമ്മൾ മാസ് ആയിരുന്നു പറഞ്ഞതെങ്കിൽ ഇവിടെ അതിൻ്റെ സ്ഥാനത്ത് വോളിയം ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ നോക്കാം, volume of the component divided by total volume of the solution or total volume of the components into 100. ഇവിടെ നോക്കൂ, അപ്പം വോളിയം പെർസെൻറ്റേജ് നമുക്ക് കിട്ടി. വോളിയം ഓഫ് ദി കമ്പോണന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് ദി കമ്പോണൻസ് ഇൻറ്റു 100. ഇതാണ് നമുക്ക് വോളിയം പെർസെൻറ്റേജിൽ കാണാൻ പറയുന്നത്. അപ്പം വോളിയം പെർസെൻറ്റേജും മാസ് പെർസെൻറ്റേജും തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല, പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത ഒരു ടേമാണ് എന്തെന്ന് പറയുന്നത് മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്. എന്താണ് മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്? ആ പേരിൽ തന്നെ ഉണ്ട് മാസ് ബൈ വോളിയം. അപ്പം എന്തോ ഒരു ഫ്രാക്ഷന് ന്യൂമറേറ്ററിൽ മാസും ഡിനോമിനേറ്ററിൽ എന്തും വരും? വോളിയവും വരും. അപ്പം അത് മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് എന്ന് പറയും. അപ്പം അത് നമുക്ക് നോക്കാം, അത് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് ഇതെന്ന് പറയുന്നത് ആദ്യം നമുക്ക് മേലെ മാസ് ആണ്, എന്തിൻ്റെയോ ഏതോ ഒരു സൊല്യൂട്ടിന്റെ മാസ് ആണ് മേലെ നമ്മൾ എഴുതേണ്ടത്. അപ്പം മാസ് ബൈ വോളിയം അല്ലേ? അപ്പം മാസ് ഓഫ് ദി സൊല്യൂട്ട് the whole divided by mass of the solute the whole divided by total volume of the solution. അപ്പം mass of the solute the whole divided by total volume of the solution into 100. ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് കിട്ടും. ഇവിടെ ഒരു എക്സ്ട്രാ പോയിന്റ് പറയാനുള്ളത്, ഈ മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് നമ്മൾ ഒരു ഫീൽഡിൽ യൂസ് ചെയ്യും. അതാണ് മെഡിസിനൽ ഓർ ഫാർമസ്യൂട്ടിക്കൽ ഫീൽഡ്സിൽ. അതായത് നമ്മുടെ മെഡിക്കൽ പർപ്പസസുമായിട്ടുള്ള ഫാർമസ്യൂട്ടിക്കൽസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ടേമാണ് എന്തെന്ന് പറയുന്നത് മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്. നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഗുളികയുടെ പാക്കറ്റില്ലേ, ആ പാക്കറ്റിൽ ബാക്കിൽ നമുക്ക് ഇൻഗ്രീഡിയൻസിൻ്റെ ആ ഒരു ലിസ്റ്റിനകത്ത് അതിൻ്റെ യൂണിറ്റ് കൊടുത്തിരിക്കുന്നത് M/V എന്നായിരിക്കും. അതാ പറഞ്ഞത് മെഡിസിനൽ ഓർ ഫാർമസ്യൂട്ടിക്കൽസ് ഫീൽഡിൽ യൂസ് ചെയ്യുന്ന ഏത് യൂണിറ്റ് ആണെന്ന് ചോദിച്ചാൽ മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് ആണ്. അപ്പോൾ പെർസെൻറ്റേജ് വെച്ചിട്ട് 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ്?
മാസ് പെർസെൻറ്റേജ്, വോളിയം പെർസെൻറ്റേജ് ആൻഡ് മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്. ഈ 3 കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ അടുത്തൊരു ടേമിലേക്ക് നമുക്ക് പോകാം. ആ ടേമാണ് PPM. എന്താണ്? PPM എന്ന് പറയും. ഒരു ടേമാണ് PPM, അതായത് പാർട്സ് പെർ മില്യൺ. അതായത് പാർട്സ് പെർ മില്യൺ. നമ്മൾ ഇപ്പം ഇവിടെ കോൺസെൻട്രേഷൻ ടേംസ് എല്ലാം എക്സ്പ്രസ് ചെയ്തപ്പോൾ മാസിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ വോളിയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ അതൊന്നുമല്ല. നമ്മൾ ഇതിനെല്ലാം പാർട്സ് അതായത് ചെറിയ ചെറിയ ഭാഗങ്ങളാക്കിയിട്ട് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും? PPM അഥവാ പാർട്സ് പെർ മില്യൺ എന്ന് പറയും. അപ്പൊ PPM എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പാർട്സ് ഓഫ് the component, the whole divided by total number of parts of all the component. അപ്പം നോക്കിയേ, നമ്പർ ഓഫ് പാർട്സ് ഓഫ് കമ്പോണന്റ് ദ ഹോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പാർട്സ് ഓഫ് ഓൾ ദി കമ്പോണന്റ്. അപ്പം പാർട്സ് പെർ മില്യൺ അഥവാ PPM നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ഇക്വേഷൻ വഴിയാണ്. നമ്പർ ഓഫ് പാർട്സ് ഓഫ് ദി കമ്പോണന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പാർട്സ് ഓഫ് ഓൾ ദി കമ്പോണന്റ്. തീർന്നില്ല. മുമ്പേ നമ്മൾ ആ പെർസെൻറ്റേജിന്റെ എല്ലാം വന്നപ്പോഴത്തേക്ക് അവിടെ എന്ത് ഉപയോഗിച്ചാണ് ചെയ്തത്? 100 ഉപയോഗിച്ചാണ് നമ്മൾ ഇൻറ്റു ചെയ്തത്. ഇവിടെ നമുക്ക് പാർട്സ് പെർ മില്യൺ, അതുകൊണ്ട് നമ്മളിവിടെ 100 യൂസ് ചെയ്യത്തില്ല. മില്യൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 ലക്ഷം. അപ്പൊ ഇവിടെ ഇൻറ്റു ചെയ്യേണ്ടത് 10⁻⁶. അതായത് 10 ലക്ഷത്തിന് എത്ര പൂജ്യമുണ്ട്? 6. അപ്പൊ അതേ ഉദ്ദേശിച്ചുള്ളൂ, 10⁻⁶. അപ്പൊ PPM നമ്മൾ റെപ്രസെന്റ് ചെയ്തു നമ്പർ ഓഫ് പാർട്സ് ഓഫ് ദി കമ്പോണന്റ് ദ ഹോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പാർട്സ് ഓഫ് ഓൾ ദി കമ്പോണന്റ്സ് ഇൻറ്റു 10⁻⁶. ഇവിടെ ചെറിയ ചെറിയ ഭാഗങ്ങളാക്കിയിട്ട് നമ്മൾ കോൺസെൻട്രേഷൻ ടേംസിനെ റെപ്രസെന്റ് ചെയ്തത് പാർട്സ് പെർ മില്യൺ വെച്ചിട്ട്. ഇനി ഇവിടെ ഒരു ഓർത്ത് വെക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് മെയിനായിട്ടും ഈ പാർട്സ് പെർ മില്യൺ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ അന്തരീക്ഷത്തിലെ അല്ലെങ്കിൽ ജലത്തിലേക്ക് പൊല്യൂട്ടൻസിന്റെ അളവിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് PPM. It is used to representing the amount of pollutes present in air or water, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ വാട്ടർ. ഇവിടെ ഉള്ള പൊല്യൂട്ടൻസിന്റെ മൊത്തത്തിലുള്ള അളവിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചെറിയൊരു യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? PPM. നമ്മൾ മുമ്പേ മാസ് ബൈ വോളിയം പറഞ്ഞപ്പോൾ ഫാർമസ്യൂട്ടിക്കൽസിൽ യൂസ് ചെയ്യുന്നു പറഞ്ഞു. അതുപോലെ തന്നെ പൊല്യൂട്ടൻസിന്റെ അളവിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പാർട്സ് പെർ മില്യൺ എന്നുള്ള യൂണിറ്റ് യൂസ് ചെയ്യാറുണ്ട്. മനസ്സിലായല്ലോ? അപ്പം കോൺസെൻട്രേഷൻ റെപ്രസെന്റ് ചെയ്യുന്ന വേറൊരു ടേമാണ് PPM അഥവാ പാർട്സ് പെർ മില്യൺ. അത് ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അടുത്തത് നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് മോൾ ഫ്രാക്ഷൻ. അപ്പം നിങ്ങൾ +1 നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് പഠിക്കാനുണ്ട്. ഏത്? മോൾ ഫ്രാക്ഷനെ പറ്റിയിട്ട്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് മോൾ ഫ്രാക്ഷൻ. അപ്പൊ എന്താണ് മോൾ ഫ്രാക്ഷൻ? മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ വലിയ കാര്യങ്ങളൊന്നുമില്ല. ഈ മോൾ ഫ്രാക്ഷനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിമ്പൽ ഉണ്ട്. അതിനെ നമ്മൾ എന്തെന്ന് പറയും? ഖൈ. ഇതാണ് റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ. എന്താണ്? ഖൈ. ഇത് എക്സ് പോലാണ് എഴുതുന്നത്. ഈ റെപ്രസെന്റിങ് ലെറ്റർ ആണ് ഇത്, ഖൈ. അപ്പൊ മോൾ ഫ്രാക്ഷൻ എന്താണെന്ന് നോക്കാം. ഇപ്പൊ ഈ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുമ്പോഴേ നമുക്കറിയാം എന്തായിരിക്കും? ഒരു A/B ഫോമിൽ എഴുതാവുന്ന എന്തിനെ നമ്മൾ എന്തെന്ന് പറയും? ഫ്രാക്ഷൻസ് എന്ന് പറയും. അതുപോലെ തന്നെ ഇവിടെ തന്നെ മോൾ ഫ്രാക്ഷൻ. അപ്പൊ നമ്മുടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഏകദേശം എന്തിൻ്റെയൊക്കെ മോൾസിനെ പറ്റിയിട്ടാണ് പറയുന്നതെന്ന് ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പൊ നോക്കാം ഇവിടെ എന്താണ് മോൾ ഫ്രാക്ഷൻ. അപ്പം മോൾ ഫ്രാക്ഷൻ ഖൈ ഈസ് ഈക്വൽ ടു number of moles of
number of moles of the component, the whole divided by total number of moles of all components in the solutions എന്ന് പറയാം. അപ്പോൾ എന്താണ് മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ number of moles of component, the whole divided by total number of moles of all the component in the solution. അപ്പോൾ മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൊല്യൂട്ട് അല്ലെന്നുണ്ടെങ്കിൽ സൊല്യൂഷനകത്ത് ആ കമ്പോണൻറ്റിൻ്റെ നമ്പർ ഓഫ് മോൾസിൻ്റെയും ടോട്ടൽ സൊല്യൂഷനകത്ത് നമ്പർ ഓഫ് മോൾസിൻ്റെയും റേഷ്യോ ആണെന്ന് നമുക്ക് പറയാം. ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് കമ്പോണൻറ്റ് ടു ദ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓൾ ദി കമ്പോണൻറ്റ് ഇൻ ദ സൊല്യൂഷൻ. അപ്പം നമുക്ക് ഏത് കമ്പോണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ ആണോ കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ നമ്പർ ഓഫ് മോൾസ് ന്യൂമറേറ്ററിലും ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എവിടെ എഴുതണം, ഡിനോമിനേറ്ററിലും എഴുതണം. അപ്പം നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പോലെ ഞാൻ പറയാം. എ ബി എന്നൊരു സൊല്യൂഷൻ ഞാൻ എടുക്കുകയാണ്. എന്താണ് എ ബി എന്നൊരു സൊല്യൂഷൻ ഞാൻ എടുക്കുകയാണ്. ഈ എ ബി എന്ന സൊല്യൂഷനകത്ത് രണ്ട് കമ്പോണൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? എയും ബിയും. ഇവിടെ നമ്മളോടുള്ള ചോദ്യം, ഇതിനകത്ത് എയുടെ മോൾ ഫ്രാക്ഷൻ നമ്മൾ എങ്ങനെ കണ്ടെത്തുമെന്നാണ് നമ്മളോടുള്ള ചോദ്യം. അപ്പം മോൾ ഫ്രാക്ഷൻ ഓഫ് എ ഈ സൊല്യൂഷനകത്ത് നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുന്നത് നോക്കാം. കൈ എ ഇവിടെ കൈ എന്ന് പറഞ്ഞാൽ എന്താണ്? മോൾ ഫ്രാക്ഷൻ. അപ്പൊ മോൾ ഫ്രാക്ഷൻ ഓഫ് എ ഈസ് ഈക്വൽ ടു, എങ്ങനെയാണ് മോൾ ഫ്രാക്ഷൻ ഓഫ് എ കണ്ടുപിടിക്കുന്നത് നോക്കാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി കമ്പോണന്റ്. നമുക്ക് ഏതിന്റെയാണ് കണ്ടുപിടിക്കേണ്ടത്? എയുടെ മോൾ ഫ്രാക്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മള് എൻ എന്ന് എഴുതും. ഇവിടെ എൻ എങ്ങനെ വന്നു? അതായത് എയുടെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന്റെ നമ്പർ ഓഫ് മോൾസ് എഴുതണം. നമ്പർ ഓഫ് മോൾസിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്മോൾ ലെറ്റർ എൻ യൂസ് ചെയ്തു. അപ്പൊ എൻ the whole divided by total number of moles of all the components. ഈ കമ്പോണൻസിന്റെ എല്ലാം കൂടെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ആണ് എടുക്കേണ്ടത്. അപ്പൊ നോക്കാം, എയും ബിയും ആണ് നമ്മുടെ കമ്പോണൻസ്. അപ്പം എൻ എ പ്ലസ് എൻ ബി, അതായത് എയുടെയും ബിയുടെയും നമ്പർ ഓഫ് മോൾസിന്റെ സമ്മ ഡിനോമിനേറ്ററിൽ എഴുതി. അപ്പൊ മനസ്സിലായല്ലോ മോൾ ഫ്രാക്ഷൻ ഓഫ് എ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? number of moles of A the whole divided by number of moles of A plus number of moles of B. മനസ്സിലായല്ലോ? അപ്പം മോൾ ഫ്രാക്ഷൻ ക്ലിയർ ആയി. അതുപോലെ തന്നെ നമുക്ക് എന്തിനേയും കണ്ടുപിടിക്കാം, മോൾ ഫ്രാക്ഷൻ ഓഫ് ബിയും കണ്ടുപിടിക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. കൈ ബി ഈസ് ഈക്വൽ ടു, അത് നിങ്ങൾക്കൊന്ന് പറഞ്ഞു നോക്കാൻ പറ്റും. കൈ ബി അതായത് എക്ക് പകരം എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ബി. അപ്പം എൻ ബി ഈസ് ഈക്വൽ ടു എൻ എ പ്ലസ് എൻ ബി. ഇങ്ങനെയായിരിക്കും നമ്മുടെ മോൾ ഫ്രാക്ഷൻ ഓഫ് ബി വരുന്നത്. അപ്പൊ നമുക്ക് മോൾ ഫ്രാക്ഷൻ സിമ്പിളായിട്ട് ഇങ്ങനെ കണ്ടുപിടിക്കാം. ഇനി വേറെ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ആണ് എന്നു പറയുന്നത്, കൈ എ പ്ലസ് കൈ ബി ഈസ് ഈക്വൽ ടു 1. അപ്പം കൈ എ പ്ലസ് കൈ ബി ഈസ് ഓൾവേസ് യൂണിറ്റി. കൈ എ എന്ന് പറഞ്ഞാൽ എന്താണ്? മോൾ ഫ്രാക്ഷൻ ഓഫ് എ. അല്ലെന്നുണ്ടെങ്കിൽ കൈ ബി എന്താണ്? മോൾ ഫ്രാക്ഷൻ ഓഫ് ബി. ഇതിന്റെ രണ്ടിന്റെ സം എപ്പോഴും നമുക്ക് എന്തായിരിക്കും? 1 ആയിരിക്കും വരുന്നത്. ഇനിയിപ്പം നിങ്ങൾക്ക് എ എന്ന് പറയുന്നത് ബിയും സി ഡി എന്നൊക്കെ പറയുന്ന കമ്പോണൻസ് ഉണ്ടെങ്കിൽ ഇതിന്റെ എല്ലാ മോൾ ഫ്രാക്ഷനിലൂടെ നമ്മൾ സമ്മ് ചെയ്താൽ നമുക്ക് ഏത് വാല്യൂ കിട്ടത്തുള്ളൂ? 1 കിട്ടത്തുള്ളൂ. ഇത് എപ്പോഴും യൂണിറ്റി ആയിരിക്കും. അപ്പം ഈ എ ബി എന്ന് പറയുന്ന സൊല്യൂഷനകത്ത് എയുടെ മോൾ ഫ്രാക്ഷൻ നിങ്ങൾക്ക് കിട്ടി. അപ്പം നമുക്ക് വീണ്ടും കുത്തിയിരുന്ന് ബി കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമുക്ക് ഈ ഒരു ഇക്വേഷനകത്തോട്ട് ചെയ്തു കൊടുത്താൽ മതി. നമുക്ക് കൈ എ എന്നുള്ളത് വാല്യൂ കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് കൈ ബി കണ്ടുപിടിച്ചൂടെ? കൈ ബി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് ചോദിച്ചാൽ, കൈ ബി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 1 മൈനസ് കൈ എ. അപ്പം കൈ ബി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 1 മൈനസ് കൈ എ. അപ്പം എ ബി എന്ന് പറയുന്ന സൊല്യൂഷനകത്ത് മോൾ ഫ്രാക്ഷനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഇതിനകത്ത് കൈ എ പ്ലസ് കൈ ബി ഈസ് ഈക്വൽ ടു 1 ആണ്. ഇവിടെ
അടുത്ത ഒരു കോൺസെൻട്രേഷൻ 2 ടേം കൂടെ ഉണ്ട്, മൊളാരിറ്റി ആൻഡ് മൊളാലിറ്റി. അപ്പോൾ നമുക്ക് അത് 2 കോളം പോലെ അങ്ങ് പഠിക്കാം. അതിൻ്റെ ഡിഫറൻസ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. തിരിഞ്ഞു പോവരുത്. മൊളാലിറ്റി LITY ആണ് ആൻഡ് മൊളാരിറ്റി ആൻഡ് മൊളാരിറ്റി. അപ്പം നമുക്ക് ആദ്യം മൊളാരിറ്റി എന്താണെന്ന് നോക്കാം. അതായത് മൊളാരിറ്റിയെ സൂചിപ്പിക്കുന്ന ലെറ്ററും ക്യാപിറ്റൽ M ആണ്. മൊളാരിറ്റിയെ സൂചിപ്പിക്കുന്ന ലെറ്റർ ക്യാപിറ്റൽ എമ്മും മൊളാലിറ്റിയെ സൂചിപ്പിക്കുന്ന ലെറ്റർ സ്മാൾ എമ്മും ആണ്. അപ്പം മൊളാലിറ്റി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് the whole divided by volume of solution in 1 liter. Volume of solution in liter. അതായത് 1 ലിറ്റർ സൊല്യൂഷനകത്ത് എത്ര നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഉണ്ട് എന്നതിനെയാണ് നമ്മൾ മൊളാരിറ്റി എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ മൊളാരിറ്റി എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ്. അതായത് ഇവിടെ വോളിയം കിടക്കുന്നത് കൊണ്ട് തന്നെ നമുക്കതൊരു ടെമ്പറേച്ചറുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാം. വോളിയം എവിടെ ഉണ്ട് അവിടെ ടെമ്പറേച്ചർ റിലേറ്റഡ് ആണ്. അപ്പം മൊളാരിറ്റി ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ്. അതായത് ക്യാപിറ്റൽ M ഈസ് ഈക്വൽ ടു 1/T. അതായത് അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ T ഈസ് ഈക്വൽ ടു ഇൻവേഴ്സ് പ്രൊപ്പോർഷണൽ ടു 1/M. അതായത് ക്യാപിറ്റൽ T ഇൻവേഴ്സ് പ്രൊപ്പോർഷണൽ ടു M. ടെമ്പറേച്ചർ ഇൻവേഴ്സ് പ്രൊപ്പോർഷണൽ ടു M. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് മൊളാരിറ്റി കുറയും, അത്രമാത്രം. അതാണ് ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ പറയുന്നത് ഇവിടെ. അപ്പം മൊളാരിറ്റി പറയുന്ന നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ദ ഹോൾ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. അപ്പം മൊളാരിറ്റി എന്താണ്? മൊളാരിറ്റി സ്മാൾ m മൊളാരിറ്റി ഈസ് ഈക്വൽ ടു മേളിൽ ന്യൂമറേറ്ററിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് തന്നെ number of moles of solute the whole divided by number of moles of solute the whole divided by mass of solvent in kilogram. ഇവിടെ നമ്മൾ വോളിയം ഓഫ് സൊല്യൂഷൻ ആണ് പറഞ്ഞത്. ഇവിടെ എന്താണ്? മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം ആണ് പറയുന്നത്. അപ്പം മൊളാലിറ്റി നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ദ ഹോൾ ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. ഇവിടെ ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് ആണ്. അപ്പം മൊളാലിറ്റി എന്ന് പറഞ്ഞ LITY മൊളാലിറ്റി ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് അല്ല, അത് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുകയാണ്. കാരണം നോക്കി, ഇവിടെ വോളിയം എന്ന് പറയുന്ന ടീം വരുന്നില്ല, അതുകൊണ്ട് തന്നെ അവിടെ ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുകയാണ്. മൊളാരിറ്റി ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ദ ഹോൾ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ് ആൻഡ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ദ ഹോൾ ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം ഈസ് മൊളാലിറ്റി. ഇപ്പം ഇവിടുത്തെ ടേംസ്, കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്ന ടേംസുകളെല്ലാം ഇവിടെ ഒരുവിധം കഴിഞ്ഞു. അപ്പം നമ്മൾ കോൺസെൻട്രേഷൻ എക്സ്പ്രസിങ് ടേം ആയിട്ടുള്ള മാസ് പെർസെൻറ്റേജ്, വോളിയം പെർസെൻറ്റേജ്, മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്, പാർട്സ് പെർ മില്യൺ, മോൾ ഫ്രാക്ഷൻ, മൊളാരിറ്റി ഇതെല്ലാം ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി ടോപ്പിക്ക് റോൾസ് ലോ, ഐഡിയൽസ് ലോ എന്നിങ്ങനെ കുറച്ച് കാര്യങ്ങളുമായിട്ട് അടുത്ത ടോപ്പിക്കിൽ ഇനി കാണാം. അപ്പോഴേക്കും നന്ദി, നമസ്കാരം.